അമേരിക്കയിൽ ഹിന്ദുക്കൾക്ക് നേരെ നിരന്തരം അധിക്ഷേപങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. പോരാത്തതിന് ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം ഇവിടെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴിതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ, അതായത് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു അധിക്ഷേപം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹം ഇവിടെ വേണ്ട. ഇത് പറയാനുള്ളൊരു സാഹചര്യമുണ്ട്. ആരാണ് പറഞ്ഞത് എന്ന് നോക്കാം. അതായത് US ടെക്സാസിൽ 90 അടി ഉയരമുള്ള ഹനുമാന്റെ പ്രതിമ അത് സ്ഥാപിച്ചു. സ്ഥാപിച്ചതിനെ തുടർന്ന് ഇപ്പോൾ വലിയ രീതിയിൽ അവിടെയുള്ള എക്സ്ട്രീമിസ്റ്റുകൾ എല്ലാം അസ്വസ്ഥരാണ്. പ്രതിമയെ വിമർശിച്ചുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് അമേരിക്കയിൽ ഒരു മതപരമായിട്ടുള്ള വിവാദത്തിനാണ് ഇപ്പോൾ കൊളുത്തിയിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ നേതാവ് അലക്സാണ്ടർ ഡങ്കൻ ഈ ഹിന്ദു ദേവതയുടെ പ്രതിമയോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. നമ്മളൊരു ക്രിസ്ത്യൻ രാജ്യമാണ്, പിന്നെ എന്തിനാണ് ഒരു വ്യാജ ഹിന്ദു ദൈവത്തിൻ്റെ ഒരു വലിയ പ്രതിമ സ്ഥാപിക്കാൻ നമ്മൾ അനുവദിച്ചത് എന്നാണ് ഇപ്പോൾ ഡങ്കൻ ചോദിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ നേതാവ് ഡങ്കൻ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായിട്ടുള്ള എക്സിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു: ടെക്സസിൽ ഒരു വ്യാജ ഹിന്ദു ദൈവത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ നമ്മൾ എന്തിനാണ് അനുവദിച്ചത്? നമ്മളൊരു ക്രിസ്ത്യൻ രാജ്യമല്ലേ? മതത്തെ ചൊല്ലി വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ടെക്സസിലെ ഷുഗർലാൻഡിലുള്ള ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ പ്രതിമയോടൊപ്പം ഹനുമാന്റെ വീഡിയോയും ഡങ്കൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബൈബിൾ ഉദ്ധരിച്ച് പ്രതിഷേധമൊക്കെ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഡങ്കൻ ഹിന്ദു ദൈവങ്ങളെ എതിർത്തത്. ക്രിസ്തുമതം ഒഴികെയുള്ള മറ്റൊരു മതത്തെയും അമേരിക്കക്കാർ ബഹുമാനിക്കുന്നില്ല എന്ന പ്രവണതയിലേക്കാണ് ഡങ്കൻ്റെ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത്. ഡങ്കൻ്റെ പോസ്റ്റിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദം ഉയർന്നു വന്നു. പലരും ഡങ്കനെ അപലപിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവിൻ്റെ ഈ പ്രസ്താവനയെ ഹിന്ദു വിരുദ്ധവും പ്രകോപനപരവുമെന്ന് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ വിശേഷിപ്പിച്ചു. ഈ വിഷയത്തിൽ അവർ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇത് വളരെയധികം ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് എന്നാണ്. ഡങ്കൻ്റെ പോസ്റ്റിനോട് അമേരിക്കൻ ഫൗണ്ടേഷൻ രൂക്ഷമായി പ്രതികരിച്ചു. സ്വന്തം വിവേചന വിരുദ്ധ മാർഗ്ഗനിർദ്ദേശങ്ങൾ പരസ്യമായി ലംഘിക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ സെനറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ ശിക്ഷിക്കുമോ എന്നാണ് റിപ്പബ്ലിക്കിനോട് ഇപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഹിന്ദു വിരുദ്ധ രോഷം പ്രകടിപ്പിക്കുന്നു, ഭരണഘടനയുടെ 1-ാം ഭേദഗതിയെ അപമാനിക്കുന്നു എന്നും ഇവർ പറയുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിലും ഡങ്കനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.